കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ. പുതച്ചു മൂടി കിടക്കുന്നവനെ ഒന്ന് രണ്ട് പ്രാവശ്യം കുലുക്കി വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന് ലച്ചുവിനെ നോക്കി. റൂമിൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് വെളിച്ചം കണ്ണിലേക്ക് കുത്തിക്കേറിയതും അവൻ നെറ്റിയും പുരുക്കവും ഒരുപോലെ ചുളിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തേ, ഞാൻ എഴുന്നേറ്റോളാം. കണ്ണിലേക്ക് കുത്തിക്കേറിയ വെളിച്ചത്തിൽ അവൻ തലയിണയിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു ലൈറ്റ് ഓഫ് ചെയ്യാതെ അവനെ വീണ്ടും കുലുക്കി. എഴുന്നേൽക്കാനൊന്നും ആയിട്ടില്ല, നേരം പുലർന്നു വരുന്നതല്ലേയുള്ളൂ, സമയം 5 മണി ആയിട്ടേയുള്ളൂ. കിച്ചുവേട്ടൻ എഴുന്നേറ്റേ. ഒന്നുകൂടെ അവനെ കുലുക്കി വിളിക്കുന്ന നേരം അവൾ പറഞ്ഞു. ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട് എന്തിനാ ശ്രീ? ഇന്ന് നിശ്ചയമുള്ള നിന്റെ ഏട്ടൻ പോലും ഈ നേരത്ത് എഴുന്നേറ്റ് കാണില്ല. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ റയൻഷ് പറയുമ്പോൾ ലച്ചു ഒരു ചീരിയോടെ അവന്റെ അടുത്തേക്ക് ബെഡിലായിരുന്നു. പതിയെ അവന്റെ തലമുടിയിൽ തഴുകി. ഒരു സന്തോഷ വാർത്ത പറയാനാ കിച്ചുവേട്ടാ, ഒന്ന് എഴുന്നേൽക്ക് പ്ലീസ്. ലച്ചു കൊഞ്ചിക്കൊണ്ട് പറയുമ്പോൾ റയൻഷ് അധികം ബലം കൊടുക്കാതെ കിടന്ന കിടപ്പിൽ നിന്ന് മലർന്നു കിടന്നു. അപ്പം കണ്ണുകൾ തുറന്ന് ആ കണ്ണുകളിലെ പൊളിപ്പൊന്ന് മാറ്റി ശേഷം മുഖം ചേരിച്ചുകൊണ്ട് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ കിടക്കുമ്പോൾ കിടന്ന അതേ കോളത്തിൽ തന്നെയാണ് അവൾ. റയൻഷിന്റെ പൂരികം ചുളിഞ്ഞു. ലച്ചു കൈ നീട്ടി അവന്റെ മുഖത്തിന് നേരെ ഒരു സാധനം പിടിച്ചു. റയൻഷിന് ആദ്യം അതെന്തെന്ന് മനസ്സിലായില്ല. അതിലേക്കും ലച്ചുവിന്റെ മുഖത്തേക്കും അവൻ മാറി മാറി നോക്കി. പിന്നെ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടിയിരുന്നു. ശരിക്കും? കണ്ണും വീഴ്ചയോട് ചോദിക്കുന്നതിന്റെ ഒപ്പം പ്രഗ്നൻസി ടെസ്റ്റ് അവളിൽ നിന്നും കയ്യിലേക്ക് വാങ്ങി. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു അതിന് പതിയൊന്നും മൂളി. റയൻഷ് ആ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ലച്ചുവിനെ വലിച്ചടിപ്പിച്ച് മുറുകെ കെട്ടിപ്പിടിച്ചു. ലച്ചു ഒരു ചീരിയോടെ അവന്റെ തലമുടിയിൽ പതിയെ തലോടി. ഞാൻ എത്ര വേഗം പ്രതീക്ഷിച്ചില്ല. അവളെ നെഞ്ചിൽ മുഖം ഉയർത്തുന്നതിനൊപ്പം അവൻ പറഞ്ഞു. ശേഷം ബെഡിൽ നേരെ ഇരുന്ന് കാല് തൂക്കിയിട്ട് ലച്ചുവിനെ അവന്റെ മടിയിലേക്ക് ഇരുത്തി. അവളിട്ടിരുന്ന ടോപ്പിനിടയിലൂടെ അവൾ ആ വയറിൽ അവൻ പതിയെ തലോടി. ഒപ്പം ലച്ചുവിന്റെ നെറ്റിയിൽ പതിഞ്ഞൊരു ഉമ്മയും കൊടുത്തു. ഇതിനാണോ എന്താ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി മെഡിക്കൽ ഷോപ്പിൽ കയറിയത്? അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ലച്ചു നിറച്ചീരിയുടെ തല കുലുക്കി. സന്തോഷമായി, ഒത്തിരി ഒത്തിരി സന്തോഷമായി. ലച്ചുവിന്റെ മുഖം മൊത്തം അമർത്തി ചുംബിച്ചുകൊണ്ട് റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ മുറുക്ക കെട്ടിപ്പിടിച്ചു. ലച്ചുവിനെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവൾ ഇട്ടിരുന്ന ടോപ്പ് ഉയർത്തി അവളുടെ വയറിലേക്ക് അവൻ മുഖം അമർത്തുമ്പോൾ ഇന്നലെ വരെ തോന്നിയ ഫീലിംഗ് ആയിരുന്നില്ല രണ്ടുപേരുടെ ഉള്ളിൽ. വേറെന്തോ ആയിരുന്നു. അച്ഛനായി, അമ്മയായി, അല്ലെങ്കിൽ ആ കുഞ്ഞു വയറിൽ ഒരു ജീവൻ തുടിച്ചു തുടങ്ങി. അങ്ങനെ എന്തൊക്കെയോ ചിന്തകളിലുള്ള ഫീലിംഗ്. അങ്ങനെ നമ്മളും ഒരച്ഛനും അമ്മയും ആവാൻ പോവാലേ. ശോ, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എന്താ പോലെ ചാടിക്കളിക്കാനൊക്കെ തോന്നുന്നില്ലേ? അതുപോലെ ലച്ചുവിന്റെ വയറിൽ നിന്ന് മുഖമുയർത്തി നിറച്ചീരിയുടെ അവൻ പറയുമ്പോൾ ലച്ചു അവന്റെ കവിളിൽ തഴുകി. ഇതുകൊണ്ടാണോ എന്റെ പൊന്നിന് എന്തേലും മിണ്ടുമ്പോഴേക്കും കരച്ചിൽ വരുന്നത്? അവൾക്ക് അടുത്തേക്ക് കിടന്ന് അവളെ നേരെ മുഖം ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ലച്ചു അവനെ നോക്കി കണ്ണു ചിമ്മി. അവളും ആകെ സന്തോഷത്തിലാണ്. അവന്റെ നിറച്ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം ഒന്നുകൂടെ കൂടിയതുപോലെ. ഒന്നും മിണ്ടാനും പറയാനും കഴിയാത്ത ഒരവസ്ഥ. എന്തെങ്കിലും മിണ്ടുമ്പോഴേക്കും ദേഷ്യം വന്നാലും വേണ്ടില്ല, കരയരുത് കേട്ടോ. കരഞ്ഞാൽ നമ്മുടെ കുഞ്ഞും കരഞ്ഞാലോ. അതുകൊണ്ട് ചിരിച്ചോ, വഴക്കിട്ടോ, ദേഷ്യപ്പെട്ടോ, പക്ഷെ കരയണ്ട. അവളുടെ താഴത്തുമ്പിൽ പിടിച്ച് പതിയൊന്ന് മുത്തിക്കൊണ്ട് റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ കെട്ടിപ്പിടിച്ചു. നീ ഇത് ആരുടെയും പറഞ്ഞോ? ഇല്ല, എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അമ്മയോട് പറഞ്ഞാലോ എന്ന് കരുതി. പിന്നെ തോന്നി ഉറപ്പിച്ച ശേഷം കിച്ചുവേട്ടനോട് പറഞ്ഞിട്ട് അമ്മയോട് പറയാന്ന്. അത് നന്നായി. ഇന്ന് അങ്ങോട്ട് പോയിട്ട് നിശ്ചയം നടക്കുമ്പോൾ പറയാം. എല്ലാവർക്കും സന്തോഷമാവട്ടെ. പക്ഷേ അളിയനോട് ഇപ്പൊ പറയണം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പറയുമ്പോൾ അവൻ ഞെട്ടും. വാ, നമുക്കവനെ പോയി ഞെട്ടിക്കാം. ലച്ചുവിന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച കൈ മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു അവനെ മടിയോടെ നോക്കി. വാ. റയാൻഷ് ലച്ചുവിനെ നേരെ കൈ നീട്ടിപ്പിടിച്ചു. ലച്ചുവിൽ നിന്ന് തലയാട്ടി. എനിക്ക് മടിയാ, ഏട്ടനോട് ഞാൻ എന്താ പറയാ? അയ്യേ. എന്തയ്യേ? ഒരയ്യയില്ല. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണ്. നീ ഇവിടെ കിടന്നോ, ഞാൻ പറഞ്ഞിട്ട് വരാം. അതും പറഞ്ഞിട്ട് റയൻഷ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ലച്ചു ഒരു ചീരയുടെ ബെഡിൽ മലർന്ന് കിടന്നു. വലത്തെ കൈ എപ്പോഴും അവളുടെ വയറിൽ തഴുകി തലോടിയിടും. എടാ അളിയ. റയൻഷ് ആദ്യം ഹരിയുടെ വാതിൽ 2 തവണ തട്ടി. ഉള്ളിൽ നിന്ന് അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ തട്ടി. വാതിൽ തള്ളി തുറന്നപ്പോൾ അത് പതിയെ തുറന്നു. റയൻഷ് അകത്തേക്ക് കയറിയതും നീണ്ടു നിവർന്ന ഒരുത്തൻ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഷർട്ടിട്ടില്ല, ഒരു ഷോർട്സ് മാത്രമാണ് അവന്റെ വേഷം. എടാ. ഹരിയുടെ കാൽ പിടിച്ച് വലിച്ചുകൊണ്ട് റയൻഷ് വിളിക്കുമ്പോൾ ഹരി ഒന്ന് മോളി. റയൻഷ് ഹരിയുടെ അടുത്തേക്ക് കടന്നു. എടാളിയ, എഴുന്നേൽക്കടാ, ഇന്ന് നിന്റെ നിശ്ചയമല്ലേ? റയൻഷ് അവന്റെ പുറത്ത് തട്ടി വിളിക്കുമ്പോൾ ഹരി ഒന്ന് മോളിക്കൊണ്ട് ഇളകി. സമയമായോ? ഉറക്കച്ചടവോടെ ഹരി ചോദിക്കുമ്പോൾ റയൻഷ് മോളി. സമയം 8 കഴിഞ്ഞു. റയൻഷ് പറഞ്ഞതും ഹരി ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. 9-ന് മുന്നേ ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ്. ആറ്റുനൊറ്റൊരു നിശ്ചയം കഴിക്കാൻ പോകുന്നത് വെള്ളത്തിലാകുമോ? പേടിച്ചുകൊണ്ടൊരു ഇരിപ്പാണ് അവനിരുന്നത്. ആ ഇരിപ്പും ഞെട്ടലും കണ്ടപ്പോൾ റയൻഷ് കിടന്നിടത്ത് നിന്ന് ഉറക്കെ ചിരിച്ചു. ഹരി ചുറ്റുമൊന്ന് നോക്കി. അപ്പുറത്തുനിന്ന് വിളിച്ചൊന്നും അകത്തേക്ക് വരുന്നില്ല.
അതിനർത്ഥം നേരം വെളുത്തിട്ടില്ല. ഹരി പല്ല് കടിച്ചുകൊണ്ട് തല ചരിച്ചു നോക്കി. ശ്വാസം കിട്ടാതെ ഒരുത്തിനും കിടന്ന് ചിരിക്കുന്നുണ്ട്. ഒരേ ഒരു അളിയനായിപ്പോയി, ഇല്ലെങ്കിൽ ചവിട്ടി താഴെയിടായിരുന്നു. ചവിട്ടരുത്, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാ. അവന് ചിരി നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചവിട്ടാനായി പൊക്കിയ കാലിൽ പിടിച്ചുകൊണ്ട് റയാൻ തടുക്കുന്നതിന്റെ ഒപ്പം പറഞ്ഞു, ഈ നേരം വിളിക്കുമ്പോ എന്ത് സന്തോഷ വാർത്ത? തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഹരി ചോദിക്കുമ്പോൾ റയാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. നീ ഒരു അമ്മാവനാകാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? നിറച്ചിരിയുടെ റയാനിഷ് പറയുമ്പോൾ ഹരി പൂരികൻ ചുളച്ചുകൊണ്ട് അവനെ നോക്കി. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് അമ്മാവനാവുന്നതിനെ കുറിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ചാൽ എന്തുകൊണ്ടും മനസ്സിലാവാനാണ്. മനസ്സിലായില്ല. പറയുമ്പോൾ ചുളിഞ്ഞ പുരികം ശരിയാക്കി വരുന്നുണ്ടോ? ഉണ്ട്. എന്തോ മനസ്സിലായി വരുന്ന പോലെ. ഞാനൊരച്ഛനും നീ ഒരു അമ്മാവനും ആവാൻ പോവാണെന്ന് റയൻ ചിരിയോടെ പറയുമ്പോൾ ഹരി വാ തുറന്നുകൊണ്ട് കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അവനെ നോക്കി. ഒരു നിമിഷം അങ്ങനെ ഇരുന്ന ശേഷം അവൻ ചിരിച്ചു. കണ്ണ് നിറച്ചുകൊണ്ട് ചിരിച്ചു. സന്തോഷം കൊണ്ട് ചിരിച്ചു. താങ്ക്സ് അളിയ. എന്തിനാണ് ആ താങ്ക്സ് എന്ന് പോലും പറഞ്ഞത് അവൻ അറിയില്ല. ഒരു പക്ഷെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാക്കി കൊടുത്തതിനു വേണ്ടിയാവും. അവനൊരു അനന്തരവനെ കൊടുക്കാൻ പോലെ റയൻഷ് തിരിച്ചും അവനെ കൂടാതെ സന്തോഷമുള്ള ആ ദിവസം ഇരട്ടി സന്തോഷം എന്നതുപോലെ ആ വാർത്ത രാവിലെ തന്നെ എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട് ഇരട്ടി മധുരമാണ്. അളിയമാർ തമ്മിലുള്ള സ്നേഹപ്രകടനം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നേരെ പോയത് ലച്ചുവിന്റെ അടുത്തേക്കാണ്. റയൻഷ് പോകുമ്പോൾ അവൾ എങ്ങനെയാണോ കിടന്നിരുന്നത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് അവൾ. ലച്ചുട്ടി. വാതിൽക്ക് നിന്ന് ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ ലച്ചു മുഖം ചേരിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി. ശേഷം ബെഡിൽ നിന്നും എഴുന്നേറ്റും. അയ്യോ, എഴുന്നേൽക്കണ്ട, കിടന്നോ? ഹരി ലച്ചുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് പറയുമ്പോൾ റയൻഷ് ചിരിച്ചു. എഴുന്നേൽക്കാനൊക്കെ പറ്റൂടാ പൊട്ട. ബേബി വരുവോളം പിന്നെ ഈ കിടപ്പ് കിടക്കാൻ പറ്റുമോ? ലച്ചുവിന്റെ അടുത്തേക്ക് വന്ന് അവളെ കിടത്താൻ നോക്കുന്ന ഹരി നോക്കി റയൻഷ് പറയുമ്പോൾ ഹരി ലച്ചുവിനെയാണോ എന്ന പോലെ നോക്കി. ലച്ചു ചിരിയോടെ തല കുലുക്കി കാണിച്ചു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അറിഞ്ഞ സമയത്തൊന്നും എഴുന്നേൽക്കാനൊന്നും പറ്റില്ലെന്ന് കരുതി. ഹരി ഇത്തിരി ടെൻഷനോടെ പറയുമ്പോൾ റയൻഷ് ലച്ചുവിനെ നോക്കി. ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവോ എന്നതുപോലെ ഒരു നോട്ടം. ലച്ചു അവനെ നോക്കി ഒരു ചിരിയോടെ ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചു. ഇല്ലാത്തോരെന്ന് കണ്ടുപിടിക്കലേ. അകത്തുള്ളത് എന്റെ രക്തം. ഒരു തരത്തിലും നിന്റെ പെങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. അതും പറഞ്ഞിട്ട് റയൻഷ് ലച്ചുവിന്റെ അപ്പുറത്തേക്ക് ഇരുന്നു. അതിന് ഹരി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. നിന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ബേബി വയറിനുള്ളിൽ തല കുത്തി മറിയാവും. ഇനി അമ്മാവന്റെ പോലെയാണെങ്കിൽ പാവമാകും. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ ഹരിയുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. എന്നാൽ ആ ചുണ്ടിൽ ചിരി വിരിഞ്ഞപ്പോൾ റയൻഷിന്റെ ചുണ്ടിൽ ചിരി മാഞ്ഞു. അമ്മാവന്റെ പോലെയോ? ഒന്ന് പോയടാ നീ. എന്റെ ബേബി എന്റെ പോലെയാണ് ഉണ്ടാവുക, അല്ലാതെ അമ്മാവന്റെ പോലെ വേണ്ട. നിനക്ക് വേണമെങ്കിൽ നീ ഒരു കൊച്ചിനെ ഉണ്ടാക്കിക്കോ. അതിന് നിന്റെ പെങ്ങളെ എനിക്കൊരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ. അല്ലടാ, നിനക്ക് കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി എന്റെ പെങ്ങളെ നാളെ നിനക്ക് കെട്ടിച്ചു തരാം. ലച്ചുവിന്റെ അപ്പുറത്തിരിക്കുന്ന ഹരിയുടെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് റയൻഷ് പറയുമ്പോൾ ലച്ചു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരെയും ദയനീയമായ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ രണ്ടുപേരും അടങ്ങി. എന്തായാലും എനിക്കൊത്തിരി സന്തോഷമായി. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ കേട്ടപ്പോ എന്ത് ഭയങ്കര സന്തോഷം. ലച്ചുവിന്റെ തൊളിയുടെ കൈ ഇട്ടുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പറയുമ്പോൾ ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. ഹരി ലച്ചുവിന് നെറ്റിയിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. അവന്റെ മനസ്സിലെ കൊച്ചു കുടുംബം, അവന്റെ പെങ്ങളും മളിയനും അവന്റെ കുഞ്ഞിപ്പെണ്ണും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ കൊച്ചു കുടുംബത്തിലേക്ക് പുതിയൊരാൾ വരാൻ പോവാണ്. അതിന്റെ ഒരു സന്തോഷം അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. ഏട്ടൻ ഇനിയിപ്പോയി കുറച്ച് സമയം കിടന്നു. നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്. ഒരു 7 മണിയൊക്കെ എഴുന്നേറ്റാൽ മതി. അതുവരെ പോയി കിടന്നു. ലച്ചു പറയുമ്പോൾ ഹരി മടിയോടെ അവിടെ തന്നെ ഇരുന്നു. ഉറക്കമൊക്കെ പോയി. ഇനിയിപ്പോ കിടന്നിട്ട് എന്തിനാ? ഇനി കിടന്നാലും ഉറക്കം വരിക. നിനക്ക് ചായ വേണോ അല്ലെങ്കിൽ മസാല ദോശ വേണോ? ഹരി പെട്ടെന്ന് ഓർമ്മ വന്നപോലെ ലച്ചുവിനെ നോക്കി ചോദിച്ചു. വേണമെന്ന് പറ ശ്രീ. നിന്റെ ആട്ടൻ നീ പുലർച്ചെ എവിടെ പോയി മസാല ദോശ വാങ്ങുമെന്ന് അറിയാലോ. ലച്ചു വേണ്ടെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും റയൻഷ് പറഞ്ഞു കഴിഞ്ഞു. അതിനാര് പോയി വാങ്ങുന്നു? എന്റെ പെങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ ഉണ്ടാക്കും. ഹരി വീറോടെ പറയുമ്പോൾ ലച്ചുവിനെ കണ്ണു തുറച്ചു നോക്കി. റയൻഷ് ചിരിച്ചുകൊണ്ട് തലയൊന്ന് കുലുക്കി. ഗ്യാസ് ഓണാക്കാനും ഓഫ് ആക്കാനും അറിയാത്ത നീയോ? റയൻഷ് ഹരിയെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഹരി ബെഡിൽ നിന്നും എഴുന്നേറ്റു. അത് നീ കണ്ടോ? ഒരു വെല്ലുവിളി പോലെ പറഞ്ഞിട്ട് പോവാൻ തുടങ്ങിയവനെ ലച്ചു പിടിച്ചു നിർത്തി. എനിക്കിപ്പോ ഒന്നും കഴിക്കണമെന്നില്ല ഏട്ടാ. ഓരോന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കെ തോന്നാൻ ഇനി സമയമുണ്ട്. അതുകൊണ്ട് മസാല ദോശ വേറൊരു ദിവസം ഉണ്ടാക്കാം. ഇപ്പോ ഏട്ടൻ പോയി കിടന്നോ? അതാണ് നല്ലത്. നീ പോയി കിടന്നോ, ഞങ്ങളും കിടക്കട്ടെ. അതും പറഞ്ഞിട്ട് റയൻഷ് ബെഡിലേക്ക് കിടന്നു. വേണ്ടെങ്കിൽ വേണ്ട. ഇനി നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് വല്ല അസ്വസ്ഥത തോന്നിയാലോ? അതുകൊണ്ട് പിന്നെ ഒരിക്കലും ഉണ്ടാക്കിത്തരാം. മോള് കിടന്നോ. 7 എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കണേ. അതും പറഞ്ഞിട്ട് ലച്ചുവിന്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. കുഞ്ഞോട് പറയണ്ട കേട്ടോ, ഞങ്ങൾ പറഞ്ഞോളാം. റയൻഷ് കിടന്ന കിടപ്പിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവരുടെ റൂമിന്റെ വാതിലടച്ചു. വാ, ഇവിടെ കിടക്ക്. റയൻഷ് കിടന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും ലച്ചു ലൈറ്റ് ഓഫ് ചെയ്ത് അവന്റെ നെഞ്ചിലേക്ക് കിടന്നു.
റിയാൻഷി അവളെ പൊതിഞ്ഞി പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ അമർത്തി മുത്തി. കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ കിടന്ന് ഓരോന്ന് സംസാരിച്ചും സ്നേഹിച്ചും സമയം നീക്കി. പിന്നെ രണ്ടുപേരും അവിടുന്ന് എഴുന്നേറ്റ് ഒരുമിച്ച് കുളിച്ചിറങ്ങി. സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ഉടുക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് താഴേക്കിറങ്ങി വരുമ്പോൾ ജോലിക്കാരി വന്നിട്ടുണ്ട്. ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോഴേക്കും ഹരിയും എഴുന്നേറ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് എല്ലാവരും പോവാൻ റെഡിയായത്. ഹരിയെ റെഡിയാക്കാൻ റിയാൻഷി ഒപ്പം നിന്നു. അവർ റെഡിയായി ഇറങ്ങി വരുമ്പോഴേക്കും കുടുംബത്തിലുള്ളവരൊക്കെ എത്തിത്തുടങ്ങിയിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ കൃത്യം 9 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി. എല്ലാവരും കൂടെ വന്നു കൂടിയപ്പോൾ 9 ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പെണ്ണിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ലച്ചുവിന്റെ വീട്ടിലെ ആരോടും വിശേഷമുള്ളൊന്നും പറഞ്ഞില്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞ് അതിങ്ങനെ എല്ലാവരും അറിഞ്ഞാലോ, അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. എല്ലാവരോടും കൂടെ അവിടുന്ന് പറയാമെന്ന തീരുമാനത്തിലാണ്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അലങ്കരിച്ച ഓഡിറ്റോറിയത്തിന് മുന്നിൽ റയാൻഷ് കാർ നിർത്തി കോൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. ഹരിയും റയാൻഷിനെ നോക്കി. പിന്നിൽ ലച്ചുകൊണ്ട് വല്യമ്മമാരും ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വേറെ കാറുകളിലും വണ്ടികളിലുമാണ്. ടെൻഷനുണ്ടാവും? റയാൻഷ് ചോദിക്കുമ്പോൾ ഹരി തല കുലുക്കി. സംഭവം നല്ല ടെൻഷനുണ്ട്. ഒരുപാട് ആളുകൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ടെൻഷൻ അല്ലേ. അതിൽ കൂടെ സ്റ്റേജിൽ കയറണം, ഇരിക്കണം, റിങ് ഇടണം. അതിനപ്പുറത്തേക്ക് വേറെയും കുറെ ചടങ്ങുകൾ കാണും. അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ഒരു വിറയൽ. ചുമ്മാ ടെൻഷൻ അടിച്ച് മേക്കപ്പ് കളയലേ, വിയർത്ത ക്രീം ഒഴിച്ചു പോകും. റയാൻഷ് ചിരി ഒതുക്കിക്കൊണ്ടും പറയുമ്പോൾ ഹരി പല്ല് കടിച്ചു. പിന്നിൽ അവന്റെ വല്യമ്മയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് മാത്രം മറുപടി പറഞ്ഞില്ല. അളിയനെ തെറി വിളിക്കുന്നത് കേട്ടാൽ അവരെല്ലാം എന്ത് കരുതും, അതുകൊണ്ട് മാത്രം മിണ്ടാതിരുന്നു. ഇറങ്ങി വാ. ദേവേന്ദ്രൻ വന്ന് കാറിന്റെ ഡോർ തുറന്നതും മിററിൽ നോക്കി മുഖം തുടച്ചിരുന്ന ഹരി വേഗം അതിൽ നിന്ന് കണ്ണുകൾ മാറ്റി ദേവേന്ദ്രനെ നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. ചെറുക്കനെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടാറും. അപ്പോഴേക്കും റയാൻഷും കാറിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഹരി ചെയറിലേക്ക് ഇരുന്നതും അവൻ റയാൻഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. റയാൻഷ് അവനെ നേരെ കുഞ്ഞു നിന്നു. ഇവിടെ ഇരിക്കണളിയാ, എനിക്കാകെ ഒരു മടി. ചുറ്റും നോക്കി അവനെ ചിരിക്കുന്ന എല്ലാവർക്കും ചിരി കൊടുത്തുകൊണ്ട് ഹരി അവന്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു, ഒന്ന് പോയേടാ, എൻ്റെ ഒരേ ഒരു പെങ്ങള നിശ്ചയമാണ്. അതിന് ഞാൻ ഒന്നിലും പെടാതെ നിന്റെ മടിയിൽ കയറിയിരിക്കാം. അതും പറഞ്ഞ് റയാൻഷ് മുന്നോട്ട് പോയതും ഹരി ചുറ്റും നോക്കി. എല്ലാവരും അവനെ നോക്കി നിൽക്കുകയാണ്. ഓരോരുത്തരൊക്കെ അടുത്തു വന്ന് പരിചയപ്പെടുന്നുണ്ട്. അതിനൊക്കെ നല്ല ഭംഗിയുള്ള ചിരിയുടെ ഹരി തല കുലുക്കി കാണിച്ചു. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഹരിക്കും കൊടുത്തു. വേണ്ടെങ്കിലും അവൻ അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ചു. ലച്ചു വന്ന ഉടനെ സുഭദ്രയുടെ ആളുകളുടെ അടുത്തേക്ക് പോയി. ഹരിയുടെ പെങ്ങൾ മാത്രമല്ലല്ലോ, അവൾ ആ വീട്ടിലെ മരുമകൾ കൂടെയാണല്ലോ. ശ്രീ വന്നവർക്കുള്ള വെൽക്കം ട്രേ കയ്യിലേക്ക് എടുക്കാൻ തുടങ്ങിയതും റയാൻഷ് അവന്റെ കയ്യിൽ പിടിച്ചു. ഇതിപ്പോ എവിടുന്ന് വന്നു എന്നതുപോലെ ലച്ചു അവനെ നോക്കി. ഇതൊക്കെ എന്തിനാ എടുക്കുന്നത്? അതിനൊക്കെ അവിടെ പയ്യന്മാരുണ്ട്. വേണ്ടാത്തവരെ പണി ചെയ്ത് ഓരോന്നും ഉണ്ടാക്കി വെക്കലേ. എല്ലാരെയും കണ്ടില്ലേ, ഇനി പോയി ഹരിടി അടുത്തിരുന്നോ. അധികം നടക്കാനോ അനങ്ങാനോ ഒന്നും നിൽക്കണ്ട, സൂക്ഷിച്ച് നടക്കൂട്ടോ, തിരക്കുണ്ട്. അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു അവനെ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി. ദാ എന്റെ ഭാര്യയെ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. കുറച്ചു കഴിഞ്ഞ് ചടങ്ങ് തുടങ്ങുമ്പോൾ ഞാൻ വരും. അപ്പോ ഇവിടെ തന്നെ വേണം, അനങ്ങാൻ സമ്മതിക്കരുത് കേട്ടോ. ഹരിയെ നോക്കിയതും ലച്ചുവിനെ നോക്കിയതും അവർക്ക് മുന്നിലായി കുനിഞ്ഞു നിന്നുകൊണ്ട് രണ്ടുപേരോടും ഒന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തല കുലുക്കി. എനിക്ക് കുഞ്ഞിന്റെ അടുത്ത് പോണം കിച്ചുവേട്ടാ. അവൻ തിരിഞ്ഞു പോവാൻ നിന്നതും ലച്ചു അവന്റെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞി മുകളിലാ ശ്രീ, അവിടെ നല്ല തിരക്കാണ്. ഇപ്പൊ അങ്ങോട്ട് കയറിപ്പോയാൽ ശരിയാവില്ല. ഇങ്ങോട്ട് വരുമ്പോ കാണാലോ, തിരക്കിൽ പെട്ടു പോകും. ഇവിടെ ഇരിക്കൂട്ടോ. അവൻ പറയുമ്പോൾ ലച്ചു ധൈര്യമായി അവനെ നിന്ന് നോക്കി. അവനത് കാണാത്ത തരത്തിൽ പോയപ്പോൾ ലച്ചു ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ, അവൾ വരുമ്പോ കാണാലോ. പക്ഷെ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് എന്ത് കരുതും ഏട്ടാ? വന്നിട്ട് ഞാൻ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ അവൾ എന്താ കരുതുക? സങ്കടാവില്ലേ? ലച്ചു ഹരിയുടെ ചെവി രഹസ്യം പോലെ പറഞ്ഞു. ആങ്ങളെയും പെങ്ങളും കൂടി ഇരുന്ന് രഹസ്യം പറയുന്നത് ഓരോരുത്തരും നോക്കുന്നുണ്ട്. അവളൊന്നും കരുതിയാലും കുറച്ചു കഴിഞ്ഞ് നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്ക് സന്തോഷമാകും. ഒരു പരാതി സങ്കടവും അവൾക്കുണ്ടാവില്ല. നീ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ സന്തോഷം അവൾക്കാവും. ഹരി പറയുമ്പോൾ ആ നിമിഷം മുന്നിൽ കണ്ടതുപോലെ ലച്ചുവിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. സമയമായില്ലേ, കുഞ്ഞിനെ വിളിച്ചോളൂ. സുഭദ്രയെ നോക്കി മുത്തശ്ശൻ പറഞ്ഞപ്പോൾ രുദ്രൻ ഹരിയെ സ്റ്റേജിലേക്ക് കയറ്റി. അതുവരെ അവൻ കയറാതെ നിൽക്കുകയായിരുന്നു. സ്റ്റേജിലിരിക്കുമ്പോൾ എല്ലാരെയും കാണില്ലേ, ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? ഹരി സ്റ്റേജിലെ സെറ്റിലേക്ക് ഇരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണുകൾ നേരെ കണ്ട എൻട്രി ഡോറിലേക്ക് പോയി. റോഷ്നി അവളുടെ ഫ്രണ്ട്സിന്റെയും കസിൻസിന്റെയും കൂടെ നടന്നു വരുന്നത് കണ്ടതും ഹരി ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് നിന്നും. അവന്റെ ഇഷ്ടത്തിന് എടുത്ത സ്വർണ്ണ നിറത്തിലുള്ള ലഹങ്കയാണ് അവളുടെ വേഷം. അവൻ ഇന്ന് വരെ അവളെ കണ്ടതിൽ വെച്ച് ഭംഗി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അവന് ഒത്തിരി ഇഷ്ടമായി. അതുപോലെ തന്നെ റോഷ്നിയുടെ കണ്ണുകൾ സ്റ്റേജിൽ അവളെ നോക്കി നിൽക്കുന്ന ഹരിയിലും പറഞ്ഞു.
സ്വർണ്ണ നിറത്തിലുള്ള ഷൾവാറിൽ അവൻ തിളങ്ങുന്ന പോലെ അത്രയും സുന്ദരനായിട്ടുണ്ട്. അവനെ തന്നെ നോക്കിക്കൊണ്ട് നടന്നു വരുന്നവൾ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് വലത്തെ ഉയർത്തി. ഹരി അവന്റെ നിറയൊത്ത പല്ലുകൾ കാണിച്ചുകൊണ്ട് ഭംഗിയുള്ള ഒരു ചിരി ചിരിച്ചു. ഒപ്പം വലത്തെ ഉയർത്തി അവനെ നെഞ്ചിലായി വെച്ചു. അത് കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ അതേ ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞു. സ്റ്റേജിൽ കയറുമ്പോൾ റോഷ്നിയുടെ ഇണവും ബലവും അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി രണ്ടുപേരും തമ്മിലുള്ള അകലം കുറഞ്ഞതും രണ്ടുപേരും പതിയൊന്ന് പുണർന്നു. സുന്ദരിയായിട്ടുണ്ട്. ആ പുണർന്ന സമയം ഹരി അവളുടെ ചെവിയിൽ വളരെ രഹസ്യമായി പറഞ്ഞതും ഒപ്പം ഒരു കുഞ്ഞു മുത്തവും കൊടുത്തു. റോഷ്നിയുടെ ചുണ്ടിൽ ചിരിക്ക് മാറ്റുകൂടി. പിന്നെ അധിക സമയമൊന്നും നീണ്ടു നിന്നില്ല. ദേവേന്ദ്രൻ കൊടുത്ത റിങ് റോഷ്നിയുടെ വിരലിലും വല്യച്ഛന് കൊടുത്ത റിങ് ഹരി റോഷ്നിയുടെ വിരലും ഇട്ടു. അതിനുശേഷം ലച്ചു റോഷ്നിയുടെ കയ്യിൽ ഒരു വളയും ഇട്ടുകൊടുത്തു. അതിട്ട് കൊടുത്ത ശേഷം ലച്ചു അവളെ നിന്ന് പുണർന്നു. റോഷ്നി ലച്ചുവിന്റെ കവിളിൽ അമർത്തി ഒരു മുത്തം കൊടുത്തു. അവളെ അടുത്തേക്ക് വരാത്തതിൽ ഒരു പരാതിയോ പരിഭവമോ അവൾ പറഞ്ഞില്ല. നാളെ നിനക്ക് നിന്റെ ഏട്ടത്തെ കിട്ടില്ല, അവളെന്റെ ഒപ്പമാവും എന്ന ഹരിയുടെ വാക്കുകൾ അവൾക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. അവനെ സ്വന്തം ഒന്നും പറയാൻ അവളല്ലേ ഉള്ളൂ. അവളില്ലെങ്കിൽ പിന്നെ അവൻ ആരാ ഉള്ളത്? പിന്നെ വല്യമ്മ റോഷ്നിയുടെ കയ്യിൽ ഒരു റിങ് ഇട്ടു. ഹരിയുടെ കസിൻ ഓരോരുത്തരും ഓരോ ഹാമ്പർ ലച്ചുവിന് കൊടുത്തു. മിഠായികളും ഡ്രസ്സും ചെരുപ്പും ഫോണും അങ്ങനെ സെറ്റായി ഓരോരുത്തരായി കൊടുത്തു. അതെല്ലാം ഫോട്ടോ എടുത്തു. കല്യാണം 1 വർഷം കഴിഞ്ഞ് മതി എന്നുള്ളത് കൊണ്ട് ഡേറ്റ് തീരുമാനിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു വാക്കിൽ നിശ്ചയിച്ചു. സ്റ്റേജിൽ നിന്നും ഓരോരുത്തരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ റയാൻഷിനെ തേടി. അവർ ഫാമിലി ഫോട്ടോയും സിംഗിൾ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് പോയത്. ഹരിയുടെ കണ്ണുകൾ അവസാനം റയാൻഷിൽ ചെന്നിരുന്നു. ലച്ചുവിന്റെ തോളിൽ കയറ്റുകൊണ്ട് അവളോട് എന്തോ പറഞ്ഞിട്ടിരിക്കുന്നവനെ കണ്ടതും ഹരിയുടെ ചുണ്ടിൽ ചിരി വീഴുന്നു. അല്ലെങ്കിൽ തന്നെ ലച്ചുവിന്റെ പുറകിൽ നിന്നും മാറില്ല. ഇനിയിപ്പോ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മാറില്ല. എന്താടാ? ലച്ചുവിനോട് എന്തോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ റയൻഷ് നേരെ നോക്കിയത് സ്റ്റേജിൽ നിന്നും അവനെ തന്നെ നോക്കുന്ന ഹരിയുടെ മുഖത്തേക്കാണ്. അത് കണ്ടതും അവൻ ചുണ്ടുകൾ അരകിക്കൊണ്ട് ചോദിച്ചു. ഹരിയുടെ കണ്ണുകൾ കൊണ്ട് എന്തോ ചോദിച്ചു. റയൻഷ് ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. അത് കണ്ടതും ഹരി കണ്ണു ചുരുക്കിക്കൊണ്ട് അവനെ നോക്കി. എന്താണ്? അവരുടെ കണ്ണുകൾ കൊണ്ടുള്ള കളി കണ്ടപ്പോൾ ലച്ചു റയാൻഷിനോട് ചോദിച്ചു. ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മുടെ ബേബിയുടെ കാര്യം പറയാമെന്നുള്ള തീരുമാനം അതായിരുന്നല്ലോ, അത് പറയുന്നില്ലേ എന്നാണ് അവൻ ചോദിച്ചത്. എന്നിട്ട് പറയുന്നില്ലേ? എനിക്കൊരു മടി. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു മടി. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ സ്റ്റേജിൽ കൈ കോർത്തു നിൽക്കുന്ന ഹരിയിലും റോഷ്നിയിലും മാത്രമായി തറഞ്ഞു. അവരുടെ കളിയും ചിരി സന്തോഷം മാത്രം. ലച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് നോട്ടം സ്റ്റേജിലേക്കാക്കി. കേക്ക് സെറ്റ് ചെയ്യുകയാണ്. അതെല്ലാം ചെറുക്കൻ്റെ വക തന്നെയാണ്. വാ. ഹരിയും റോഷ്നിയും ഒരുപോലെ റയാൻഷിനെയും ലച്ചുവിനെയും വിളിച്ചു. സ്റ്റേജിൽ ഇപ്പോൾ ആരുമില്ല. എല്ലാവരും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞ ശേഷം ഇറങ്ങിയിട്ടുണ്ട്. റയാൻഷും ലച്ചും സ്റ്റേജിലേക്ക് കയറാതെ നിൽക്കുമ്പോൾ ഹരി അവിടെ അടുത്തേക്ക് നടന്നു. റോഷ്നി അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി മുന്നിലുള്ള കേക്കിലേക്ക് നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് തുറച്ചുകൊണ്ട് കേക്കിലേക്കും പിന്നെ ലച്ചുവിലേക്കും റയാൻഷിലേക്കും നോക്കി. വയർ നിറത്തിലുള്ള കേക്കാണ്. അതിൽ ഗോൾഡൻ നിറത്തിൽ കമ്മിങ് സൂൺ എന്ന് എഴുതിയ ശേഷം 2 കുഞ്ഞിന്റെ കാലിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്തോ മനസ്സിലായതുപോലെ റോഷ്നി ഹരിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ ഓരോ കൈയിലും പിടിച്ചുകൊണ്ട് റയാൻഷും ലച്ചും സ്റ്റേജിലേക്ക് കയറി വരുന്നുണ്ട്.